ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ പറശ്ശിനിക്കടവ് പോകാം കേട്ടോ. അപ്പോൾ രാവിലെ പോകണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ ആർക്കും ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും രാത്രി പോകാമെന്ന് വെച്ചു. പിന്നെ ഞാൻ നാട്ടിൽ വന്ന പിന്നെ എന്നും രാത്രി സഞ്ചാരം കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഓൾമോസ്റ്റ് നൈറ്റ് വീഡിയോ വരുന്നത്. അങ്ങനെ നമ്മൾ പറശ്ശിനി പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ പറശ്ശിനിയൊക്കെ എത്തിട്ടോ. എത്തുമ്പോൾ തന്നെ കാണാൻ തന്നെ നല്ല രസമാണ്. രാവിലെ വന്നാൽ നമുക്ക് ഈ കടയും കാര്യങ്ങളൊന്നും ഈ ലൈറ്റിലോ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. രാത്രി പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ, ലൈറ്റും കാര്യങ്ങളുമായിട്ട്. പിന്നെ അവിടെ കുറേ കടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് എന്ത് വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ കട തന്നെയാണ്. പിന്നെ മുത്തപ്പൻ അമ്പലത്തിൽ കണ്ടില്ലേ, ആൾക്കാരൊക്കെ നടക്കുന്നത് കണ്ടില്ലേ, നായ്ക്കുട്ടികളും എല്ലാവരും ഉണ്ടാവും. മുത്തപ്പൻ അമ്പലത്തിൻ്റെ അകത്ത് നായ്ക്കളുണ്ടാവും കേട്ടോ. അതായത് ഈ അമ്പലത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പെറ്റ്സിനെയൊക്കെ കൊണ്ടുവരാം. നമ്മുടെ അച്ഛന് സുഖമില്ലാത്തപ്പോൾ ഒക്കെ ഞാനിവിടെ നേർച്ചയൊക്കെ വെക്കുന്നതാണ്. ഒരു വിഗ്രഹം ഉണ്ടായിരിക്കും. വയ്യാതിരിക്കും, പിന്നെ വിഗ്രഹം നമ്മൾ എടുത്ത് വെക്കാതെ നേർച്ച കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ശരിയാവും കേട്ടോ. അച്ഛനൊക്കെ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ഞാൻ വേഗം നേർച്ച എടുക്കുമ്പോൾ അത് ശരിയാവും. ആ ചെറിയൊരു കൗണ്ടർ വന്ന് കുട്ടികൾക്കൊക്കെ ചോറൂണും എടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് ചായയും നമുക്ക് പയറൊക്കെ കിട്ടും. ഇത് മുത്തപ്പൻ്റെ തറവാടാണെന്നാണ് പറയുന്നത്. മുത്തപ്പൻ പണ്ട് കളിച്ചതും വളർന്നതെല്ലാം ഇവിടെ തന്നെയാണ്. നമ്മൾ കുന്നത്തൂർപ്പാടി പോയില്ലേ, അവിടെ വലിയ മുത്തപ്പനാണ്. ഇവിടെ ചെറിയ മുത്തപ്പനാണ് കേട്ടോ. ചെറിയ മുത്തപ്പനാണെങ്കിൽ നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും നമ്മുടെ സങ്കടങ്ങളൊക്കെ കേൾക്കും. വലിയ മുത്തപ്പൻ സംസാരിക്കും, നമുക്ക് അത്ര മനസ്സിലാവില്ല കേട്ടോ. വലിയ മുത്തപ്പൻ സംസ്കൃതമാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് വലിയ എടുത്തുണ്ടാവില്ല. പക്ഷേ കുഞ്ഞുമുത്തപ്പൻ അതുപോലെയല്ല, നമ്മുടെ കഷ്ടങ്ങളെല്ലാം ചോദിച്ചറിയും കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ക്യൂവിൽ കയറി. കുഞ്ഞേച്ചിയൊക്കെ ഉണ്ട്. അമ്മമാർ അവിടെ ടോയ്ലറ്റ് വാഷ്റൂം യൂസ് ചെയ്യാൻ പോയ സമയത്ത് തന്നെ ഞങ്ങൾ ക്യൂ കയറി, അതുകൊണ്ട് അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ്ടേ ഈ നടുക്ക് വെച്ചിട്ട് ഇവർ ഞങ്ങൾ നൈസായിട്ട് കയറ്റി വിട്ടു കേട്ടോ. എല്ലാവരും കയറുന്നുണ്ടായിരുന്നു, അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾ ഇവരെയും കയറ്റി. അങ്ങനെ ഇതാ ക്യൂ മൂവ് ആകുന്നുണ്ട്. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ഫോൺ പിടിച്ച് വലിച്ചിട്ടു, അതാണ് ഞാൻ ചിരിച്ചത്. ഇത്രയും തന്നെ ക്യൂ നിന്നിട്ട് നമ്മൾ എൻട്രൻസിൽ എത്തിയിട്ടുള്ളൂ. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ക്യൂ ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് അവിടെ ചെറിയൊരു അടിപിടിയായി. ഞങ്ങൾ ഈ ഭാഗത്തോട്ട് കയറ്റി വിട്ടോ. ഈ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാത്രമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യൂ ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് എളുപ്പത്തിൽ പാത്രങ്ങൾ എടുക്കുക. ഇത് നമ്മുടെ പറശ്ശീൻ്റെ മേൽഭാഗമാണ്. ആ ക്യൂ നിൽക്കുന്നിടത്ത് തന്നെ നമുക്ക് ആ മേൽഭാഗം കാണാം. അപ്പോൾ ഞാനും കുഞ്ഞേച്ചി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനത്തെ നമ്മുടെ ലൈൻ മൂവ് ആവുന്നുണ്ട്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് സഞ്ചമ്മയാണ് കേട്ടോ പാത്രമൊക്കെ എടുത്തത്. അപ്പം രണ്ട് സൈഡായിട്ട് നമുക്ക് ക്യൂ വിട്ടു. എൻ്റെ പാത്രം എടുത്തിട്ടാണ് സഞ്ചമ്മ പോകുന്നുണ്ട് ചോറ് വാങ്ങാൻ. അപ്പോൾ ചോറ് വാങ്ങാൻ നേരത്ത് ഇതാർക്കാ കുഞ്ഞിനാണോ എന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴാണ് മനസ്സിലായത് വീഡിയോ എടുക്കാനാണെന്ന്. അങ്ങനെ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് നമ്മളിത് അവസാനം ഫുഡ് കഴിക്കാൻ നമ്മൾ ചെന്നത് നമുക്ക് ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. അപ്പോഴത്തേക്ക് മുത്തപ്പനും ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരം നോക്കിയിട്ട് തന്നെ മുത്തപ്പൻ്റെ വെള്ളാട്ടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ലേറ്റായി, സംസാരിച്ചെന്ന് ലേറ്റ് ആയതുകൊണ്ട് മുത്തപ്പനെ കാണാൻ പറ്റിയില്ല. ഇവിടം വരെ വന്നിട്ട് മുത്തപ്പനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പറ്റാതെ നല്ല സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ആ സങ്കടത്തിലാണ് പൊന്നു ഒക്കെ കണ്ടില്ലേ, ഭയങ്കര ഡിപ്രഷൻ അടിച്ചിട്ടായിരുന്നു പൊന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പാത്രം കഴുകാനുള്ള ഫെസിലിറ്റി ആട്ടോ. ഇപ്പുറത്ത് കാണാൻ നമ്മൾ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ പാത്രം കഴുകിയിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലുള്ളൊരു സ്റ്റാൻഡിൽ വെക്കണം. ഞാനും പോയി കൈയൊക്കെ കഴുകി വന്നിട്ടുണ്ട്. പിന്നെ വെള്ളം കുടിക്കാനുള്ള അപ്പുറത്തോട്ട് നമ്മൾ പോകണം കേട്ടോ വെള്ളം കുടിക്കാൻ. കണ്ടില്ലേ, കഴുകിയ പാത്രങ്ങളൊക്കെ നമ്മളിവിടെ വെച്ച് കൊടുത്താൽ മതി. അവർ അതേപോലെ തിരിച്ച് ആ സ്റ്റാൻഡിൽ ഒന്നുകൂടെ അവർ കഴുകിയിട്ട് ആ സ്റ്റാൻഡിലേക്ക് തന്നെ വരും. തിരിച്ച് വരുന്ന നേരത്തെ ഞങ്ങളുടെ പൊന്നുവിനെ മിസ് ചെയ്യട്ടോ. പിന്നെ പൊന്നുവിനെ തേടി പൊന്നു അവിടെ എൻട്രൻസിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഓരോരുത്തരെ നേർച്ച വെച്ച് കൊടുക്കുന്നതാണേ. കണ്ടില്ല, ഓരോരുത്തരുടെ പേരും കാര്യങ്ങളും പെയിൻറ്റ് ചെയ്തവരുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ്. അതൊക്കെ ഇവർ ഇവിടുത്തെ സ്ഥലത്തിൽ എല്ലായിടത്തും ഉണ്ട്. എവിടെ പോയാലും കാണാം മുത്തപ്പൻ്റെയൊക്കെ ഫോട്ടോ ഫ്രെയിമും പെയിൻറ്റിങ്സൊക്കെ. അങ്ങനെ ഞങ്ങളിതാ പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് എല്ലാം സങ്കടം മറിച്ചിലായിരുന്നു. മുത്തപ്പനെ കാണാൻ പറ്റിയില്ലല്ലോ, ഇവിടം വരെ വന്നിട്ട് മുത്തപ്പനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ നമ്മളിത് പുറത്തേക്കുള്ള വഴി നമ്മൾ ഇറങ്ങുകയാണേ. നല്ല തിരക്കുണ്ടായിരുന്നു. രാത്രിയാണോ പകലിനൊന്നുമില്ല. പറശ്ശിനിയിൽ എപ്പോൾ പോയാലും നമ്മൾ ഗുരുവായൂർ പോലെയാണ്, തിരക്കാണ്. അവിടെ വന്ന് അന്ന് രാത്രി ഉറങ്ങുന്നവരുണ്ട്. കാരണം വെളുപ്പിനെ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് വെളുപ്പിനെ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും മുത്തപ്പൻ്റെ വെള്ളാട്ടം ഉണ്ടാവും കേട്ടോ. രാവിലെ ഒരു 8 മണി വരെ മുത്തപ്പൻ ഉണ്ടാവും അവിടെ. അപ്പം മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് ക്യൂ നിന്നിട്ട് അവിടെ നേർച്ചയ്ക്കുള്ള കാര്യങ്ങളും അന്ന് അവിടെ അന്തി ഉറങ്ങുന്നവരുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതിന് മുന്നേ ഇതാണ് പുഴയാണ്, ഒരു പുഴയാണ് ഒഴുകുന്നത്.
അപ്പോൾ അവിടെ ഇങ്ങനെ വെയിൽ കെട്ടിയിട്ടുണ്ടോ, അങ്ങോട്ട് ആരും കടന്ന് പോകാതിരിക്കാൻ. രാവിലെ വരുവാണെങ്കിൽ ഇവിടെ ബോട്ടിങ്ങും വലിയൊരു ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 100 രൂപയാണെന്ന് തോന്നുന്നു, 1 മണിക്കൂറിന് 100 രൂപ കൊടുത്ത് അവർ ഫുള്ള് ഈ ഇത് മൊത്തം കാണിച്ചു തരും നമുക്ക്. അങ്ങനെ നമ്മളും കൈയും കാലൊക്കെ കഴുകി. അമ്പലത്തിൻ്റെ അകത്തേക്ക് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല, അത് ഫ്രണ്ട് ഭാഗത്ത് തന്നെ എൻട്രൻസിൽ തന്നെ അവരത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് നിന്ന് കാണിക്കുക. അതാണ് മുത്തപ്പൻ്റെ അമ്പലം. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ അമ്മമാരെ കാണുന്നില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ല, അവൻ്റെ പേര് അമ്മണി എന്നാണ്. അവൻ ചെക്കനാണ്, പക്ഷേ പെണ്ണുങ്ങളുടെ പേരാണ് അവൻ അവിടെ ഉള്ളവരിട്ടേക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തിറങ്ങി തിരിച്ച് വരുമ്പോൾ കണ്ടില്ലേ, ഇതാണ് അമ്പലം. നമുക്ക് അകത്തുനിന്ന് എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പോയപ്പോഴത്തേക്ക് തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഒരു പീസ്ഫുള്ളായിട്ടൊരു സ്ഥലം കേട്ടോ അകത്ത് പോയാൽ. കണ്ടില്ലേ, അമ്പലത്തിൽ തന്നെ 2 നായ്ക്കളുടെ വിഗ്രഹമാണ് അവിടെ വെച്ചേക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സിനൊക്കെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ വേഗം മുത്തപ്പനെ വിളിച്ചിട്ട് ഒരു നേർച്ച നേർന്നാൽ മതി കേട്ടോ, വേഗം സുഖമാവും. നമുക്കൊക്കെ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. കണ്ടില്ലേ, ഇറങ്ങുമ്പോൾ തന്നെ കടയുടെ ബഹളമാണ്. എവിടെ നോക്കിയാലും കമ്മലും. ഈ പെൺകുട്ടികൾ വന്നാൽ പിന്നെ അവർക്ക് ഇവിടുന്ന് ഇറങ്ങാനേ തോന്നില്ല. ഞാൻ ഓരോ കടയിൽ കയറിയിട്ട് ബോധം കെട്ട് നിന്നിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല കളക്ഷനുമാണ്, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ജ്വല്ലറീസ് കാണാം. ഞാനും കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ അത് കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഒരു കട പോലും വിടാതെ ഓരോ കട ഞാൻ കയറി ഇറങ്ങി. എന്നിട്ട് നല്ല രസമുള്ള കമ്മലുകളും എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം അഫോർഡബിളാണ്. പിന്നെ വിഗ്രഹങ്ങൾ, ഇപ്പോൾ ഗിഫ്റ്റ് ഐറ്റംസ് ആണെങ്കിൽ പൊന്നിന് ഈ ഒരു പെന്ന് വേണമെന്ന് പറഞ്ഞു പൊന്നൊരു യൂണിക്കോണിൻ്റെ പെന്ന് വാങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ പൊന്നു. ഞങ്ങൾ കുറേ നോക്കി, പൊന്നു ഒരു ടോയ് അന്വേഷിച്ച് പോയിട്ട് കിട്ടിയില്ല. അവസാനം അത് അമ്മ കൈ കിട്ടുന്നതല്ല ബൊമ്മ എല്ലാം എടുത്ത് നോക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാൻ നേരത്ത് ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങാൻ പോയിട്ടോ. അപ്പോഴത്തേക്ക് അവിടെ 2 പേര് നിൽപ്പുണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ പാവം തോന്നിയിട്ട്, അത് ഓൾറെഡി പെറ്റതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് പറശ്ശിനിയുടെ ഒരു ഹോട്ടലാട്ടോ. പിന്നെ എനിക്ക് കണ്ടിട്ട് എനിക്ക് മനസ്സ് വന്നില്ല അതിനെ വിട്ടിട്ട് പോകാൻ. പിന്നെ ഞങ്ങൾ അതിനൊരു ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷേ ആ പെൺപെട്ടി മര്യാദയ്ക്ക് അത് കഴിച്ചിട്ട് നിന്നിട്ടോ. പക്ഷേ ഈ ചെറുക്കൻ ഇവൻ ഞങ്ങളെ വിടാനുള്ള പ്ലാനേ ഇല്ലായിരുന്നു. ഇവന് കൊടുത്തിട്ടൊന്നും അവന് തിന്നാനൊന്നും വേണ്ട. അവൻ ഞങ്ങളുടെ പുറകെ ആയിരുന്നു കേട്ടോ. അവസാനം ഞങ്ങൾ ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ വരുമോ എന്ന് ആലോചിച്ച് പോയി. അപ്പോൾ മറ്റേ ആൾ നല്ല സുഖമായിട്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ പുറകേ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവൻ വിടുന്നേ ഇല്ലായിരുന്നു. ഞങ്ങളുടെ വണ്ടിക്ക് ചുറ്റിനും ഇങ്ങനെ നിൽക്കുക, ഞങ്ങളെ തന്നെ നോക്കുക. അവന് ബിസ്ക്കറ്റ് വേണ്ട, അവൻ ഐസ്ക്രീമാണ് വേണ്ടത്. അപ്പം ഞങ്ങളുടെ ഐസ്ക്രീമൊക്കെ കുറച്ച് കൊടുത്തപ്പോൾ അവൻ കഴിച്ചിട്ടോ. പിന്നെ അവൻ പോകുന്നേ ഇല്ല, ഞങ്ങളുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണ്. കണ്ടോ, അവനെ എത്ര പൊക്കോ, നീ പൊക്കോടാന്ന് പറഞ്ഞിട്ട് അവനൊന്നും കേൾക്കുന്നില്ല. പിന്നെ സഞ്ജമയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊടാനൊന്നും നിൽക്കണ്ട, അധികം തൊടാൻ നിൽക്കണ്ട, കടിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. കണ്ടില്ല, അപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ തിന്ന് നിൽക്കുവാണേ. എന്നിട്ട് ഇവൻ പോകുന്നില്ല. ഇവൻ ഓട്ടോ കയറി വരെ നിന്നു. അവസാനം ഞങ്ങൾ എങ്ങനെയൊക്കെയോ സുല്ലു പറഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടോ. തിരിച്ച് വീട്ടിൽ എത്തിയിട്ട് ഓട്ടോ നമ്മൾ താഴത്തെ വീട്ടിൽ അവിടെ വെച്ചിട്ട്, പക്ഷേ ഓട്ടോൻ്റെ പുറകിൽ സാധനമുണ്ട്. അതുകൊണ്ടാണ് ഞാനും പുറകെ പോയത്. അല്ലെങ്കിൽ ബാക്കിയുള്ള വീഡിയോ കാണത്തില്ല. അവിടത്തോടെ നമ്മൾ നിർത്തും. പിന്നെ എൻ്റെ അമ്മമ്മയുടെ ഈ വാക്കിംഗ് സ്റ്റിക്ക് എടുക്കാനുണ്ടായിരുന്നു. അടുത്ത കുഞ്ഞേച്ചി നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നടക്കുന്നതെന്ന്. കണ്ടില്ലേ, ശങ്കരൻ തമ്പിയാണ് ഗൈസ്. കണ്ടോ നടന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ മുത്തപ്പനെയും കണ്ട് വീട്ടിലെത്തി.